ഈ നല്ല പകലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ഈ ഭൂമിയിൽ വെച്ച് ഒരിക്കൽ കൂടി അവസരം ദൈവം തന്നല്ലോ. എല്ലാറ്റിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 മാസത്തോളമായി നിങ്ങളോടൊപ്പം ആരാധിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ഞായറാഴ്ചയും കൂടെ ഞാനിവിടെ ഇപ്പോഴത്തെ രീതിയിലുള്ളൂ. അതിനുശേഷം അതിൻ്റെ അടുത്ത ആഴ്ചയിൽ ന്യൂയോർക്കിന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ന്യൂയോർക്കിൽ നിന്ന് പിറ്റേത് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നാട്ടിലോട്ട് ഏതാണ്ട് 18-ാം തീയതി തിരിച്ച് നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാനിവിടെ ആയിരുന്നപ്പോൾ നിങ്ങളെ കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത ആഴ്ച ചിലപ്പോൾ സമയം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഞാനങ്ങ് അഡ്വാൻസായിട്ട് പറഞ്ഞതാണ്. അടുത്ത ഒരാഴ്ച കൂടെ ഉണ്ട് ഇവിടെ ആരാധനയ്ക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ ആയിരുന്നപ്പോൾ നിങ്ങളെ പലരും എന്ന് പറഞ്ഞാൽ നിങ്ങളും എല്ലാവരും തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ഞാനിവിടെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോഴൊക്കെ നിങ്ങളൊക്കെ വിളിക്കുകയും പറയുകയും എന്നെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്ത പലരുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് മുൻപരിചയങ്ങളൊന്നും പലരുമായിട്ടില്ലായിരുന്നെങ്കിൽ പോലും ഒരു സഹോദരനെ പോലെ നിങ്ങളൊക്കെ കരുതുകയും ഒക്കെ ചെയ്തല്ലോ. എല്ലാറ്റിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല നമ്മുടെ സോളമനച്ചാൻ എന്നെ എല്ലാ ഞായറാഴ്ചയും ഏകദേശം 10-60 മൈൽ യാത്ര ചെയ്ത് എന്നെ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവിടുകയും ഒക്കെ ചെയ്ത് പ്രത്യേകാൽ നന്ദി പറയുന്നു. അത് തന്നെയല്ല, എനിക്ക് യാത്ര ചെയ്യുവാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു വാഹനമൊക്കെ പ്രിയ ദൈവദാസൻ അറേഞ്ച് ചെയ്തു. അത് ഓടിച്ചാണ് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ആ കുടുംബത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ പാസ്റ്റർ നമ്മുടെ ജോഷ് ബ്രദർ ഇവരൊക്കെ എന്നെ പല യാത്രകളിലൊക്കെ എന്നെ സഹായിക്കുകയും പലയിടത്ത് പോവുകയും ഒക്കെ ചെയ്തപ്പം എന്നെ സഹായിക്കുകയും ചെയ്തു. പ്രിയ ഇവിടെ ദൈവദാസൻ കുടുംബം, ജോയൽ, എല്ലാവരെയും ഓർത്ത് എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ നടത്തിപ്പുകൾക്കും പ്രത്യേക നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നിങ്ങളെ ആരെയും പൊക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങളെ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആകാൻ പറയുന്ന. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സഭയിൽ ശുശ്രൂഷിച്ചു. ഒരു 5.5 വർഷത്തോളം ആ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. അതിനുശേഷം ഞാൻ പല സഭകളെ ശുശ്രൂഷിച്ചു. പക്ഷേങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഭയാണ് ഞാൻ ആദ്യം ശുശ്രൂഷിച്ച ചർച്ച്. അത് വെണ്ണിക്കുളത്തിനടുത്ത് നാരകത്താൻ എന്ന് പറയുന്നത് സാധുക്കളായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ അവിടെ ചെന്നപ്പം 10-40 പേരുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് 5.5 വർഷം ശുശ്രൂഷിച്ചു. ഏകദേശം 10-85 പേര് പിന്നീട് അവിടെ ആരാധനയ്ക്ക് ഞാൻ പോരുന്ന സമയത്തുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല. എന്തിനേറെ പറയണം, ഈ കണക്കെഴുതാൻ പോലും ഒരാൾ അവിടെ ഇല്ല. അതിന് പ്രാപ്തരായിട്ടുള്ളവരില്ല. അപ്പോൾ ഞാൻ തന്നെ ഈ കണക്കൊക്കെ എഴുതുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു +2 പഠിക്കുന്ന ഒരു പയ്യനെ ഞാൻ പിടിച്ചാക്കിയിട്ട് അവനോട് പറഞ്ഞു, നീ കണക്കെഴുതണം, സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറി എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ആ പയ്യനെ അവിടെ ആക്കി. അപ്പോൾ അതുപോലുള്ള നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് അത്രയ്ക്ക് സ്റ്റാൻഡേർഡുള്ള സഭയാണ്. പക്ഷേ അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചാൽ, അവരൊരു ഞായറാഴ്ച ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ആ ദൈവം കേൾക്കും എന്നുള്ളതായിരുന്നു. ആ അനുഭവം മറ്റ് സഭകളിൽ അത്ര എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതാണ്. നമ്മുടെ ആളിൽ വലിയ പരിപ്പമൊന്നുമില്ല അല്ലേ. ഇവിടുത്തെ വലിയ സഭകളുടെ കടപിടിക്കാനും മാത്രമൊന്നും നമുക്കിവിടെ ആളില്ല. പക്ഷേ നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള സത്യം നാം തിരിച്ചറിയണം. അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. ഏതാ ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ എല്ലാവരുടെയും പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, മറ്റ് സഭകളിലൊക്കെ ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു കൃപയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇനിയും എന്ത് ചെയ്യണം, മുമ്പോട്ട് പോകണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുമെന്നുള്ള ആത്മാർത്ഥമായ ചിന്തയും ആ പ്രത്യാശയും പിടിവിടരുത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമ്മളൊന്നിനും പുറകോട്ട് നിൽക്കാൻ പാടില്ല അല്ലേ. പ്രിയ ദേവാസനം ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ നമ്മളെ വീണ്ടും ഉത്ബോധിപ്പിച്ചു, ഒറ്റയ്ക്കല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്, എല്ലാവരോടും ഒരുമിച്ചാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ബൈബിൾ ക്ലാസ്സിന് എല്ലാവരും കടന്നു വരണം, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് കടന്നു വരണം, ശനിയാഴ്ച രാത്രിയിലെ മീറ്റിങ്ങുകൾ എല്ലാ വീടുകളിലും വെക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പുരോഗമനത്തിലേക്ക് മുമ്പോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യത്തിനകത്തും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കാണിച്ച എല്ലാ സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. 70-ാം സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. ഈ 70-ാം സങ്കീർത്തനം 40-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങളുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്.
അപ്പം ഈ 70-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു ജ്ഞാപക സങ്കീർത്തനം. ഒരു ജ്ഞാപക സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഒരു മെമ്മോറിയൽ സാംസ് ആണ് 70-ാം സങ്കീർത്തനം. ഞാൻ ആദ്യത്തെ ആഴ്ച ഇവിടെ വന്ന് ആ സങ്കീർത്തനം വായിച്ചപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ചോദ്യത്തിന് മറുപടി പറയുന്നവർക്ക് ഒരു സമ്മാനം ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ആരും ഇതുവരെ എനിക്ക് മറുപടി തന്നില്ല. ചോദ്യം നമ്മളന്ന് 16-ാം സങ്കീർത്തനം അന്ന് വായിച്ചത്. അതിനകത്ത് സ്വർണ്ണഗീതം എന്ന് എഴുതിയിട്ടുണ്ട്, ഗോൾഡൻ ഹിംസ്. ആ ഗോൾഡൻ ഹിംസ് സങ്കീർത്തനങ്ങളിലൊഴികെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. ആരും മറുപടി തരാത്തത് കൊണ്ട് ഞാനിത് സമ്മാനമൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ഇതുവരെ ആരും മറുപടി തരാത്തത് കൊണ്ട് തിരിച്ചു കൊണ്ടുപോവാണ്. ഗോൾഡൻ ഹിംസ് വേറെ എങ്ങും ഇല്ല, അതുകൊണ്ടായില്ല കണ്ടുപിടിക്കാത്ത. ഈ ഹെഡിങ്ങിനൊക്കെ ഒത്തിരി പ്രാധാന്യമുണ്ട്. ഞാൻ അന്ന് പറഞ്ഞത് ഓർക്കുന്നു, വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത് ഒരു ജ്ഞാപക സങ്കീർത്തനം. എന്താ ജ്ഞാപക സങ്കീർത്തനം? ഇറ്റ്സ് എ മെമ്മോറിയൽ ഹിംസ്. എന്തൊക്കെയോ സംഭവങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നടന്നു, അതിൻ്റെ ഓർമ്മക്കുറിപ്പാണ് 70-ാം സങ്കീർത്തനം. അതൊന്നുകൂടൊന്ന് ഓർത്തെടുത്ത ദൈവത്തിന് നന്ദി പറയുന്നൊരു സങ്കീർത്തനമാണ് 70-ാം സങ്കീർത്തനം. നമുക്ക് ഓർക്കാൻ വല്ലതും ഉണ്ടോ? ഓർക്കാനുണ്ട് അല്ലേ? അവരെന്നോട് അങ്ങനെ ചെയ്തു, അതെന്നോട് ഇങ്ങനെ ചെയ്തു, എന്നെ ഞോണ്ടി മാന്തി, അല്ലേ? ഇതൊക്കെ നമ്മുടെ സഭകളിലെ പ്രശ്നമൊക്കെ ഇത്രയൊക്കെ ഉള്ളന്നേ. നമുക്ക് ഓർക്കാൻ വല്ലതും ഉണ്ടോ? ഓർക്കാനുണ്ടാവണം. ദൈവം എൻ്റെ ജീവിതത്തിൽ എന്താ ചെയ്തതെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പം നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ദൈവത്തോടുള്ള കടപ്പാടെന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്. നാം ആരാധനയ്ക്കായി ഇന്ന് രാവിലെ കടന്നു വന്നിരിക്കുന്നത്, എനിക്ക് തിരിച്ചു കൊടുക്കുവാനുള്ളത് ഒന്നേ ഉള്ളൂ, ദൈവത്തിന് സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ജ്ഞാപകമായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവൻ. നമുക്കൊരു ഓർമ്മ നമുക്കുണ്ടാവണം. നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയാവോ? മറക്കേണ്ട പലതും നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും, അല്ലേ? മറന്നു കളയേണ്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഓർക്കേണ്ട പലതും നമ്മൾ മറന്നും പോകും. പക്ഷേ ദൈവസന്നിധി വരുമ്പം ഓർക്കേണ്ടത് മാത്രം ഓർത്താൽ മതി, മറക്കേണ്ടതിനെല്ലാം, അല്ലേ? ചിലരൊക്കെ ജീവിതത്തിൽ ഈ മറവി ഭയങ്കര. എനിക്ക് ഒത്തിരി മറവി കൂടുതലുള്ള മനുഷ്യനാണ്. ചിലപ്പം വഴിയെ പോകുമ്പം എതിരെ വരുന്ന ആളെ ചിലപ്പം സംസാരിക്കാൻ പോലും മറന്നു പോയിട്ടുള്ള കാര്യമുണ്ട്. പക്ഷെ അന്നേരം വിചാരിക്കും അഹങ്കാരം വന്നൊക്കെ ചിലപ്പം ഈ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചായിരിക്കും പോകുന്നത്. അതും വലിയ പ്രശ്നമാണ്, ഈ മറന്നു പോകുന്നതും വലിയ പ്രശ്നമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പം നമുക്കെന്താ ഉണ്ടാവേണ്ടത്? നമുക്ക് നല്ല ഓർമ്മ ഉണ്ടായിരിക്കണം. എന്നാണെന്നറിയാവോ? എൻ്റെ ജീവിതത്തിൽ ദൈവം എന്താ ചെയ്തേ? നമ്മുടെ ജീവിതത്തിലൊക്കെ കർത്താവ് എന്നാ ചെയ്തേക്കുന്നത് അത് വിശദീകരിക്കുന്നില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ഓർമ്മയിൽ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിരിക്കുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകം. നിങ്ങളെ ഞാൻ ആ ഭാഗത്തോട്ട് ഒന്ന് കൊണ്ടുവരിക. ഞാൻ സാധാരണ അങ്ങനെ ഈ ചരിത്ര ഭാഗങ്ങൾ ഒത്തിരി വിശദീകരിക്കുന്നതല്ല. എന്നാൽ ഈ സങ്കീർത്തനവുമായി ബന്ധപ്പെട്ട് അല്പം ചരിത്രം പറഞ്ഞേ മുമ്പോട്ട് കടന്നു വരാനൊക്കത്തുള്ളൂ. 1 ശമൂവേലിൻ്റെ പുസ്തകം 23-ാം അധ്യായമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രതിവാദ ചിന്തയെന്ന് പറയുന്നത്. ഈ 1 ശമൂവേൽ 23-ാം അധ്യായത്തിൽ ഇതിൻ്റെ ചരിത്ര ഭാഗം അവിടെ കിടപ്പുണ്ട്. അവിടെ നമുക്കറിയാവുന്ന കാര്യമുണ്ട്. 23-ാം അധ്യായത്തിൽ സൗല് ദാവീദിനെ എങ്ങനെയും വകവരുത്തുവാൻ വേണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ദാവീദ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടെ കറങ്ങി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കുറച്ച് പേര് കൂട്ടാക്കിയുണ്ട്. അവരുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ കൂടെയും ഒരിടത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകും. ഇങ്ങനെ പല വിധത്തിൽ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയം. ആ സമയത്ത് 23-ാമത്തെ അധ്യായത്തിലെ ഭാഗം, കെയില എന്ന് പറയുന്ന പട്ടണം ഫെലിസ്ത്യര് പിടിക്കാൻ വേണ്ടി വരികയാണ്. ഫെലിസ്ത്യര് പിടിക്കാൻ വേണ്ടി വന്നപ്പം പിടിക്കുമെന്ന് ദാവീദ് അറിഞ്ഞപ്പം തന്നെ ദാവീദ് ദൈവത്തോട് ചോദിക്കുക. പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പോയി പിടിക്കണോ? ഞാൻ പോയി ആ രാജ്യത്തെ ഫെലിസ്ത്യരെ യുദ്ധം ചെയ്യണമോ? അപ്പം ദാവീദ് അതിന് മുമ്പൊരു ചരിത്ര ഭാഗം കൂടെ നമ്മൾ ഓർക്കണം. സൗലിനെ ദൈവം രാജാവാക്കി വെച്ചു. എത്ര വർഷം സൗല് രാജാവായിട്ടിരുന്നു? 40 വർഷം. പക്ഷേ യഥാർത്ഥത്തിൽ സൗലിനെ ദൈവം രാജാവാക്കിയത് 2 വർഷമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 2 വർഷമാണ് അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്.
അഭിഷേകത്തോടെ ശുശ്രൂഷിക്കുന്നത് 2 വർഷമേ ഉള്ളൂ. പിന്നീട് 38 വർഷവും രാജാവായിട്ട് തന്നെ ഇരുന്നത്. ഈ 38 വർഷവും രാജാവായിട്ട് തന്നെ. പക്ഷേ അഭിഷേകത്തോടെ ശൗല് രാജാവായിരുന്നത് 2 വർഷം മാത്രമേ ഉള്ളൂ. അപ്പം അഭിഷേകം ഇല്ലെങ്കിലും എന്ത് ചെയ്യാം? ഭരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ 38 വർഷവും പിന്നെ അഭിഷേകം നഷ്ടപ്പെട്ട രാജാവായി നിൽക്കുന്ന ശൗലിനെയാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് അധികാരത്തിൽ വരേണ്ട മനുഷ്യൻ ദാവീദാണ്. പക്ഷേ ഇപ്പോൾ ദാവീദ് എവിടെ കൂടെ നടക്കുക? കാട്ടിക്കൂടെയും വനാന്തരങ്ങളിൽ കൂടെയും നടക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന, ഫെലിസ്ത്യര് കെയീലാ ദേശം പിടിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ. അപ്പം ദൈവത്തോട് ആലോചന ചോദിച്ചു. ഈ 23-ാം അധ്യായത്തിൽ 4 പ്രാവശ്യം ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഓടിച്ചൊന്ന് പറയാം. 23-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദാവീദ് യഹോവയോട്, ഞാൻ ഈ ഫെലിസ്ത്യരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. 4-ാം വാക്യത്തിൽ ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. 4-ാം വാക്യത്തിൽ. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പിന്നെ ദാവീദ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ വീണ്ടും ദാവീദ് ചോദിക്കുകയാണ്. അതിൻ്റെ അങ്ങനെ 4 പ്രാവശ്യം ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചു. ദാവീദ് ദൈവഭക്തനായ മനുഷ്യനല്ലേ? യുദ്ധം ചെയ്യണമെങ്കിൽ പോയി അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? അല്ല, ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് യുദ്ധത്തിന് വേണ്ടി കടന്നുപോയത്. ചോദ്യങ്ങൾ പലതാണ്, പക്ഷെ ആരോട് ചോദിക്കണം? ദൈവത്തോട് ആലോചന ചോദിക്കണം. നമ്മുടെ ഏത് പ്രതിസന്ധികളുടെ ഘട്ടത്തിലും നമുക്ക് ചോദിക്കാനുള്ളത് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ. എന്തുമായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, കെയ്യിലെ പിടിക്കാൻ വരുന്നതോ പ്രതിസന്ധികൾ ഒത്തിരിയാണെന്നോ ഈ പ്രതികൂലങ്ങളുടെ ഒക്കെ നടുവിൽ കൂടെ കടന്നു പോകുന്നതെങ്കിലും ഒരൊറ്റ കാര്യം നാം ഓർത്തോണം: നമുക്ക് ചോദിക്കാനുള്ള ദൈവത്തോട് മാത്രമാണ്. ചിലപ്പം മനുഷ്യരോട് ചോദിച്ചാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നാം തെറ്റിപ്പോകും. പക്ഷേ ആലോചനയിൽ വലിയവനായവൻ, കൃത്യമായി ഉത്തരം തരുന്ന കർത്താവ്, നമുക്ക് വേണ്ടി ഉത്തരം പറഞ്ഞു തരുന്നൊരു ദൈവമുണ്ട്. അവനോട് ആലോചന ചോദിച്ചിട്ടേ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാവുള്ളൂ. ദാവീദ് എന്ത് ചെയ്തു? കെയ്യില പിടിക്കുന്നതിന് മുൻപ് യഹോവയോട് ആലോചന ചോദിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അവനെ ഏൽപ്പിച്ചു തരുമെന്ന്. അതും 4 പ്രാവശ്യം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? 4-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ആരോട് പറഞ്ഞു? ദൈവം പറയാണ്, ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ, നീ പൊക്കോ, നിന്റെ കയ്യിൽ ഫെലിസ്ത്യരെ ഞാൻ ഏൽപ്പിക്കും. 7-ാമത്തെ വാക്യത്തിൽ അടുത്തൊരു ചോദ്യമുണ്ട്. ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആര് പറയുന്ന ഭാഗമാണെന്നറിയാമോ? ശൗല് പറയുന്ന ഭാഗമാണ്. ശൗല് പറയുകയാണ്, അവൻ വനാന്തരത്തിൽ കൂടെ ഒക്കെ നടക്കുകയാണ്. കെയ്യിലെ പിടിച്ചടക്കാൻ വേണ്ടി ദാവീദ് അവിടെ ചെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദാവീദിനെ പിടിക്കാം എന്ന് കരുതി കുറേ ആൾക്കാരെ ദാവീദിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുമ്പം ബോധം ഉണ്ടായിട്ടൊന്നുമല്ല, ദൈവം പറഞ്ഞു കൊടുത്തു എന്ന് മനസ്സിലാക്കിയിട്ടുമല്ല. പക്ഷെ ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ പോയി, നിങ്ങൾ പൊക്കോ, പോയി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ശൗല് പറയുന്നൊരു ഭാഗമാണ്. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദാവീദ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏൽപ്പിച്ചു കൊടുക്കുമോ? ഈ ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്നൊരു ചോദ്യം. എന്നാൽ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എങ്കിലും ദൈവം അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ചോദ്യം പലയിടത്തുനിന്ന ഏതാ? ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമോ? പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമോ? ഇവരുടെയൊക്കെ കയ്യിൽ ഏൽപ്പിക്കുമോ? ഈ ചോദ്യങ്ങൾ പലതും ഉണ്ടെങ്കിലും ഒരു കാര്യം ഓർത്തോണം: ദൈവം ഏൽപ്പിക്കാത്തടത്തോളം കാലം നമ്മെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവം ഏൽപ്പിക്കാത്തടത്തോളം കാലം ആർക്കും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയുക, സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ, വേദനകളിൽ കൂടി കടന്നുപോയപ്പോൾ, പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയപ്പം, തന്നെ ഒരു രാജ്യം മുഴുവൻ എതിർക്കുന്നു എന്ന് മനസ്സിലാക്കിയ കാലത്തോളം താൻ പറയുകയാണ്, ദൈവം ഏൽപ്പിച്ചില്ല. ഒരു കാരണത്തിലും ദൈവം ഏൽപ്പിക്കാത്ത ഒരു ദൈവം, നമ്മെ ഭദ്രതയോടെ പരിപാലിക്കുന്ന ദൈവം, ആ ജ്ഞാപകമോർത്ത്, ആ മെമ്മറി വിചാരിച്ച് സങ്കീർത്തനക്കാരൻ പാടുകയാണ്: യഹോവേ, എന്നെ വിടുവിപ്പാൻ, എന്നെ സഹായിപ്പാൻ
വേഗം വരണമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ഇന്ന് പകൽക്കാലം നമുക്കും ആ പ്രാർത്ഥന തന്നെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ആ അനുദിനം നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചിന്ത നമ്മെ ഭരിക്കട്ടെ. എന്നെ സഹായിപ്പാൻ എഴുന്നള്ളി വരുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഈ നമ്മൾ രാജാക്കന്മാരുടെയൊക്കെ പുസ്തകത്തിൽ, വൃത്താന്ത പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് ദാവീദിൻ്റെ അപ്പനെക്കുറിച്ച് നമ്മൾ ഒത്തിരി വായിക്കുന്നുണ്ട്. എന്നാൽ ദാവീദിൻ്റെ അമ്മയെക്കുറിച്ച് വല്ല അറിവുണ്ടോ? ദാവീദിൻ്റെ അമ്മയുടെ പേരറിയാവോ? അടുത്ത ചോദ്യം കൊണ്ട് ഇട്ടിട്ട് ഞാൻ പോകുന്നില്ല. യഹൂദന്മാർക്ക് അവരുടെ ചരിത്ര പുസ്തകം ബൈബിൾ കഴിഞ്ഞാൽ, അവരുടെ തോറ കഴിഞ്ഞാൽ അടുത്തത് അവർ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു പുസ്തകമാണ് തൽമൂദ്. അതിനകത്ത് ദാവീദിൻ്റെ അമ്മയെക്കുറിച്ച് ചെറിയൊരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. ദാവീദിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ സ്ത്രീയുടെ പേര് നിറ്റ്സബത്ത് ഏദൽ എന്നാണ്. നിറ്റ്സബത്ത് ഏദൽ. ആ അമ്മയെക്കുറിച്ച് കൂടുതൽ ബൈബിളിലൊന്നും പേരോ മറ്റ് ചരിത്രങ്ങളോ ഒന്നും അതിനകത്ത് പറയുന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പം, 6-7 മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പം ഇസ്സായിക്കൊരു ചിന്ത, തൻ്റെ ദാസിയായ മോവാബ്യ സ്ത്രീയെ ഒന്ന് പരിഗ്രഹിക്കണം എന്നൊരു ചിന്ത ദാവീദിൻ്റെ അപ്പനായ ഇസ്സായിക്കുണ്ടായി. അങ്ങനെ ഇസ്സായി ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. കാരണം ഇസ്സായിയുടെ ഭാര്യയായ നിറ്റ്സബത്ത് ഒരു മോവാബ്യ സ്ത്രീയാണോ എന്നൊരു ചിന്ത. കാരണം വംശപാരമ്പര്യം വരുമ്പം അങ്ങനെയാണല്ലോ വരുന്നത്. ചിന്ത വന്നു. അവളെ സംശയിക്കുവാനിടയായി തീർന്നു. ആ സംശയത്തിൻ്റെ അവസാനം ചെന്ന് നിൽക്കുന്നത് ഈ ദാസിയായ ഈ സ്ത്രീയുടെ അടുക്കൽ ഇസ്സായി ചെല്ലുന്നു. പക്ഷേ ഇസ്സായിയുടെ ഭാര്യയും ഈ സ്ത്രീയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. ഇവർ ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് ഇവിടെ വിവാഹം കഴിക്കാൻ വേണ്ടി പദ്ധതി ഇട്ടപ്പോൾ, അവിടെ അടുക്കൽ ചെന്നപ്പോൾ ഇതിന് പകരം ഈ സ്ത്രീയെ തന്നെ, അതായത് ഇസ്സായിയുടെ ഭാര്യയെ തന്നെ അന്ന് രാത്രി സ്വിഫ്റ്റ് ചെയ്തിട്ട് അന്ന് രാത്രി ഇസ്സായിയുടെ ഭാര്യ തന്നെ ഇസ്സായിയുടെ കൂടെ കിടക്കുകയും അവരിൽ ഉണ്ടാകുന്ന മകനാണ് ദാവീദ് എന്നാണ് തൽമൂദിൽ പറയുന്നത്. അതുകൊണ്ടാണ് പിന്നീട് തൻ്റെ സഹോദരന്മാർ പലരും ഈ ദാവീദിനെ റിജക്റ്റ് ചെയ്തു. അവരുടെ അമ്മയ്ക്കുണ്ടായ മകനല്ല എന്നൊരു ചിന്ത സഹോദരങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട്, അപ്പൻ സംശയിച്ചതുകൊണ്ട്, അമ്മയ്ക്ക് മാത്രമേ കൃത്യമായ കാര്യങ്ങൾ അറിയൂ എന്നുള്ളത് കൊണ്ടും, അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പാടി, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ദാവീദ് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ പാടി, തൻ്റെ അമ്മയെക്കുറിച്ച് വളരെ കൃത്യമായ ദർശനം കിട്ടിയ ദാവീദ് ഇങ്ങനെ പാടി, നിന്റെ ദാസിയുടെ മകനും നിഷ്കളങ്കമായ ഒരു സ്ത്രീയാണ് തൻ്റെ അമ്മയെന്ന് ദാവീദ് മനസ്സിലാക്കി. അങ്ങനെ പലയിടത്തും പ്രതിസന്ധികൾ മാത്രം, തൻ്റെ അപ്പനും സഹോദരങ്ങളും എല്ലാം ഉപേക്ഷിച്ചപ്പോൾ തനിക്ക് ആശ്രയം മാത്രമായിരുന്നത് ദൈവമാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നുകൊണ്ട് താൻ പാടുകയാണ്, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ഇന്ന് പകൽക്കാലവും നമുക്ക് പാടാനുള്ളതും ഇത് മാത്രമാണ്. നമ്മെ സഹായിപ്പാൻ ഭൂമിയിൽ ആരും വന്നില്ലെങ്കിലും, എന്നെ കരുതാൻ ആരും ഇറങ്ങി വന്നില്ലെങ്കിലും, എന്നെ സഹായിക്കുന്ന നല്ലൊരു കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. ആ ലോകത്തിലുള്ളവരെ സ്നേഹിക്കേണ്ട പലരും നമ്മെ സ്നേഹിക്കാതെ മാറിപ്പോകുമ്പോൾ, നമ്മെ കരുതേണ്ട പലരും ചിലപ്പോൾ കരുതാതെ മാറിപ്പോകുമ്പോൾ, നമ്മെ ആശ്വസിപ്പിക്കേണ്ട പലരും വഴിമാറിപ്പോകുമ്പോൾ, നമുക്ക് ആശ്വസിപ്പാൻ എഴുന്നേറ്റ് വരുന്നൊരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. നമ്മുടെ സഹായത്തിനായി കടന്നു വരുന്നൊരു കർത്താവ് മാത്രമേ ഉള്ളൂ. ആ കർത്താവാണ് നമ്മോട് കൂടെയുള്ളത്. അവനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Can I have the worship team on the stage, please?